എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നാലാമത്തെ പാഠഭാഗം തുടങ്ങി. അതിന്റെ വോള്യത്തിന്റെ ഫോർമുലയൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് വ്യത്യസ്ത രൂപങ്ങള് ചതുര കട്ടകളല്ലാതെ ചെറിയ ചെറിയ സമചതുര കട്ടകളൊക്കെ ചേർത്ത് വെച്ചിട്ട് പുതിയ പുതിയ രൂപങ്ങൾ ഉണ്ടാക്കി അതിന്റെ വോള്യം എങ്ങനെയാ കാണാന്നുള്ളതൊക്കെ പഠിച്ചു. സ്റ്റെപ്സുകളൊക്കെ വെച്ചിട്ട് ചതുരക്കട്ടകൾ കൂട്ടി വെച്ച സ്റ്റെപ്പുകൾ നമ്മൾ ടെക്സ്റ്റിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് അത് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ വ്യത്യസ്ത ഷേപ്പുകൾ ഈ എന്നുള്ള ഷേപ്പ് അല്ലെ, അതിന്റെ വോള്യം എങ്ങനെയാണ്, നമ്മൾ അതിനെ പല പല ചതുരക്കട്ടകളാക്കി മാറ്റിയിട്ട് അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും കണ്ടെത്തി അവ മൾട്ടിപ്ലൈ ചെയ്ത് ഓരോ ഭാഗത്തിന്റെയും വോള്യം കണ്ട് അതെല്ലാം കൂടി കൂട്ടി നമ്മൾ ആ ഷേപ്പിന്റെ വോള്യം കണ്ടു. അതിൽ തന്നെ രണ്ടെണ്ണം കൂടി ബാക്കിയുണ്ട് അല്ലെ. ഈ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇനി എച്ചിന്റെ മോഡൽ ഒന്നുണ്ട്, ടി എന്നുള്ള അക്ഷരത്തിന്റെയും ഒരെണ്ണുണ്ട് അല്ലേ. അപ്പൊ എച്ചിന്റെ ആണ് ടീച്ചറെ ഏകദേശം വരച്ചേക്കുക കേട്ടാ. അതേപോലെ എന്നൊന്നും പറയാൻ പറ്റില്ല. ഏകദേശം ടീച്ചർക്ക് വരയ്ക്കാൻ നല്ല കഴിവൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ഇങ്ങനെയാണ് പറഞ്ഞേക്കണത്. അപ്പോ ഇതിന്റെയാണ് നമുക്ക് ഇനി വോള്യം കണ്ടെത്തേണ്ടത്. അപ്പൊ ഈ ഷേപ്പിന്റെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വോള്യം വ്യാപ്തം കണ്ടെത്താനായിട്ട് പറ്റില്ല. അപ്പൊ എന്താ ചെയ്യാ, ഇതിനെ ഇതുപോലെ തന്നെ ചതുരക്കട്ടകളാക്കിയിട്ട് മാറ്റണം. ചതുരക്കട്ടകളാക്കിയിട്ട് മാറ്റാനായിട്ട് നമ്മൾ എവിടെയാണ് വരയ്ക്കുക? ഇവിടെ വരയ്ക്കാനാവും എളുപ്പം. ഇങ്ങനെ സെയിം ആയിട്ട് ഇവിടെയും വരയ്ക്കുക, ഇവിടെയും വരയ്ക്കുക. നിങ്ങൾക്ക് സ്ട്രൈറ്റ് ആയിട്ട് കിട്ടൂട്ടോ. ടീച്ചർക്ക് ചെരിഞ്ഞു പോന്നിക്കുക. ടീച്ചർക്ക് ഈ വരച്ചത് ശരിയല്ലാണ്ട ഇത് കറക്റ്റ് ആയിട്ട് വരച്ചാല് ഇവിടെ തന്നെ നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചാ ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ മാറ്റാൻ പറ്റും. ഇവിടെയും മാറ്റാൻ പറ്റും. അപ്പൊ ഇത് ഒന്നാമത്തെ ചതുരക്കട്ട, ഈ ചെറുത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ. അങ്ങനെ മൂന്ന് ചെറിയ ചതുരക്കട്ടകളാക്കി മാറ്റിയിട്ട് ആ മൂന്നെണ്ണത്തിന്റെയും വോള്യം സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കും. എന്നിട്ട് അതെല്ലാം കൂടി കൂട്ടിയാൽ ഈ ഷേപ്പിന്റെ വോള്യം കിട്ടില്ലേ. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഡോട്ടഡ് ലൈൻ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ആ ഡോട്ടഡ് ലൈൻ വരച്ചു വെച്ചോളൂ. അത് ഇവിടെ നിൽക്കിടും, ഇവിടെ നിൽക്കിടും. അപ്പൊ ഇതൊരെണ്ണം, ഇത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ നമ്മൾ കണ്ടെത്താൻ പോവാണ്. ഒന്നാമത്തെ L is equal to എത്രയാ വരിക? ഇവിടെ 16 എന്ന് തന്നിട്ട് അതിന്റെ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള നീളവും വരിക 16 സെന്റിമീറ്റർ ആണ്. ബി എത്ര വരണു? വീതി എത്രയാ വരിക എന്നുള്ളത് നോക്കി നോക്കോ. ബി എന്നുള്ളത് എത്രയാ വരിക? ലെങ്ത് അല്ല, വീതി എത്രയാ വരണേ? ചോദ്യത്തിൽ തന്നിട്ടല്ലോ വീതി. ഇവിടുത്തെ വീതി, ആ വീതി എത്രയാ? അല്ലെങ്കിൽ ഇവിടെ തന്നിട്ടുണ്ട് വീതി എത്രയാ തന്നേക്കണേ? 4 എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ വീതി 4 ആണ്. അതുപോലെ ഉയരം എത്രയാ വരണേ? ഹൈറ്റ് എന്ന് പറയുന്നത് അവിടെ നിങ്ങൾക്കുള്ള ഹൈറ്റ് ഇവിടെ മുകളിൽ തന്നിട്ടല്ലോ ഷേപ്പ്. ടെക്സ്റ്റ് ബുക്കിൽ നോക്കി നോക്കൂ, 3 സെന്റിമീറ്റർ എന്ന് തന്നിട്ടില്ലേ. അതിൽ നിന്ന് വോള്യം L ഇൻറ്റു ബി ഇൻറ്റു എച്ച് ഉപയോഗിച്ചിട്ട് 16 ഇൻറ്റു 4 ഇൻറ്റു 3 എത്രയാണെന്നുള്ളത് കണ്ടെത്താൻ പറ്റുമല്ലോ. 16 ഇൻറ്റു 4 ഇൻറ്റു 3 എന്നുള്ളത് എത്ര വരും? 192 ക്യൂബിക് സെന്റിമീറ്റർ എന്നുള്ളത് ആദ്യത്തെ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ രണ്ടാമത്തെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഈ ചെറുത് നടുവിലത്തെയാണ്. അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എങ്ങനെ കാണാം? ലെങ്ത് എത്രയാ വരിക? 16ാമത്തെ ലെങ്ത് എത്ര വരുന്നു? എത്രയാ വരണേ? 4 അല്ലേ വരണേ? 4 സെന്റിമീറ്റർ ആണ്. ബ്രെഡ് എത്രയാ വരിക? ഈ വീതി എന്ന് പറയുന്നതും ചിത്രത്തിൽ തന്നിട്ടല്ലോ 4 തന്നെയല്ലേ വീതി വരണേ. എല്ലാത്തിന്റെയും വീതി ഒരുപോലെ തന്നെയല്ലേ വരിക. വീതി സമം 4 സെന്റിമീറ്റർ ആണ്. അതുപോലെ ഹൈറ്റ്, അത് ചിത്രം നോക്കി മനസ്സിലാക്കാൻ പറ്റണം കേട്ടോ. ഹൈറ്റ് എത്ര തന്നെയാ വരിക? എല്ലായിടത്തേന്റെയും കനം 3 തന്നെയാണ് വരുന്നത്. അതിന് വ്യത്യാസമില്ല. അപ്പൊ വോള്യം ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 4 ഇൻറ്റു 3 സമം എത്ര വരുന്നു? 4 ഇൻറ്റു 4 ഇൻറ്റു 3 48 അല്ലേ. 48 ക്യൂബിക് 48 ക്യൂബിക് സെന്റിമീറ്റർ അല്ലേ ഈ രണ്ടാമത്തെ വരുന്നത്. ഇനി ഒരെണ്ണം കൂടി കാണാണ്ട്. മൂന്നാമത്തെ ലെങ്ത് എത്രയായി? ആദ്യത്തെ അതേപോലെ തന്നെ വരിക. ലെങ്ത് 16. അതുപോലെ ബ്രെഡ് എത്രയാ വരുന്ന? വീതി 4 സെന്റിമീറ്റർ. വീതി 4 സെന്റിമീറ്റർ. ഹൈറ്റ് എത്രയാ വരിക? കനം എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ. അതുപോലെ വോള്യം 16 ഇൻറ്റു ആദ്യത്തെ അതേപോലെ തന്നെ വരും. 16 ഇൻറ്റു 4 ഇൻറ്റു 3 എത്ര വന്നു? 192 cubic centimeter. The total volume of the given figure എന്താ വരിക? ഇതെല്ലാം കൂടി കൂട്ടിയത് 192 പ്ലസ്
48 പ്ലസ് 192 അല്ലെ വരിക. നമ്മൾ ഈ എന്നുള്ള ഷേപ്പിൽ അങ്ങനെ പറഞ്ഞു വെച്ചു. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര വരണു? 432 ക്യൂബിക് സെന്റിമീറ്റർ എന്നുള്ള ആൻസർ വരുന്നത്. അപ്പൊ ആദ്യത്തെ നമ്മൾ ഇങ്ങനെ ഈ ഡോട്ടഡ് ലൈൻ വെച്ച് ഇത് ഒന്നാമത്തെ ചതുരം, രണ്ടാമത്തെ ചതുരം, മൂന്നാമത്തെ ചതുരം. ഒന്നാമത്തെ ചതുരത്തിന്റെ വോള്യം, ലെങ്ത് എത്ര, ബ്രെഡ്ത്ത് എത്ര, ഹൈറ്റ് എത്ര എന്ന് നോക്കി നമ്മൾ കണ്ടെത്തി. അതുപോലെ ഇവിടെ വീതി എത്രയാണെന്നുള്ളത് എങ്ങനെ കാണാം? 6ഉം 6ഉം 12. ഇവിടം വരെയുള്ളതും ഇവിടം വരെയുള്ളതും 6 + 6 12 ആണ്. ഈ രണ്ടാമത്തേലാണ് കേട്ടോ പറയണേ. അപ്പൊ ബാക്കിയുള്ളത് എത്രയാ? മൊത്തം 16 ആണ്. അപ്പൊ അതിന്റെ വീതി കിട്ടാനായിട്ട് 16ൽ നിന്ന് ഈ 6 + 6 കുറച്ചിട്ടാണ് നമുക്ക് വീതി 12 എന്ന് കിട്ടിയത് കേട്ടാ. ഈ രണ്ടാമത്തേലെ വീതി എന്ന് പറയുന്നത് എങ്ങനെയാ കിട്ടിയത്? നീളം 4 എന്ന് തന്നിട്ടുണ്ട്. വീതി എന്നുള്ളത് കാണാൻ ഈ ഭാഗം അത് ചോദ്യത്തിൽ തന്നിട്ടില്ല. അതെങ്ങനെയാ കിട്ടിയേ? ഇവിടം തൊട്ട് ഇവിടം വരെ 6 ഉണ്ട്. അതുപോലെ ഇവിടം തൊട്ട് ഇവിടം വരെയും 6 ഉണ്ട്. അപ്പോ ഈ നീളവും തന്നിട്ടുണ്ട്. 6 + 6 12 സെന്റിമീറ്റർ എന്നുള്ളത് കിട്ടി നമുക്ക്. ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെയുള്ളത് 16 സെന്റിമീറ്റർ ആണെന്നറിയാം. അപ്പൊ അതിൽ നിന്ന് ഈ രണ്ട് കഷ്ണങ്ങളുടെയും കൂടി കുറച്ചാൽ ബാക്കിയുള്ളത് കിട്ടില്ലേ? 16ൽ നിന്ന് 12 കുറച്ചിട്ടുള്ള 4 സെന്റിമീറ്റർ ആണ് ഇതിന്റെ വീതി എന്നുള്ളത് എനിക്ക് കിട്ടിയത്. ഇവിടെ 4 എന്ന് എഴുതിയത് കേട്ടാ. അത് ടീച്ചർ പറയാൻ വിട്ടുപോയി. അതായത് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ളത് 6 സെന്റിമീറ്റർ, ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെയുള്ളത് 6 സെന്റിമീറ്റർ. അപ്പൊ 6 + 6 12. അപ്പൊ ഈ ഭാഗവും കൂടി കൂട്ടിയപ്പോ 12 സെന്റിമീറ്റർ ആയി. ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ മൊത്തം ഉള്ളത് 16 എന്ന് ചോദ്യത്തിൽ തന്നിരുന്നു. അപ്പൊ ബാക്കിയുള്ളത് കാണാനായിട്ട് ഈ മൊത്തം ഉള്ളതിന് ഈ രണ്ട് ഭാഗം കൂടി കൂട്ടി ഇത് കുറച്ചാ പോലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? വീതി 4 സെന്റിമീറ്റർ. അങ്ങനെയാണ് രണ്ടാമത്തെ വീതി കിട്ടിയത്. ചോദ്യത്തിൽ തന്നിട്ടില്ല. ഇതേ രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഷേപ്പുകള് നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊക്കെ എളുപ്പമുള്ളതേ വരുള്ളൂ. ഇങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാൻ എളുപ്പമുള്ള രീതിയിലുള്ള ഷേപ്പുകളെ വരുള്ളൂ. പക്ഷെ അതിൽ നിന്ന് നമുക്ക് നീളവും വീതിയും ഉയരവും കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതാണ് രണ്ടാമത്തെ കണക്ക്. ഇനി മൂന്നാമത്തെ സി ക്വസ്റ്റ്യൻ എന്താ? ഒരു ടി എന്നുള്ള ഷേപ്പാണ് അല്ലെ. അത് വളരെ എളുപ്പമാണ്. അത് അത്രയായിട്ട് നമുക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ട് വരില്ല. ടി എന്നുള്ള ഷേപ്പാട്ട ടീച്ചർ വരയ്ക്കാൻ പോകുന്നത്. നിങ്ങളുടെ നോട്ട് ബുക്കിൽ നല്ല ഭംഗിയിലേ വരയ്ക്കാൻ കൂട്ടാ. ഇവിടെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ വരച്ചത് 3D ഷേപ്പൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ വരിട്ടാ. ടീച്ചറുടെ ഒക്കെ ഏതാണ്ട് ചെരിഞ്ഞും വളഞ്ഞൊക്കെ ഇരിക്കുന്നത്. ഇതെങ്ങനെയാവുക? ഇവിടെ വരച്ചിട്ടാണ് ഞാൻ 2 ചതുരം ഇതാക്കുന്നത്. 1 2 ചതുരം ഇതാക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിൽ അളവുകൾ എന്തൊക്കെയാ തന്നിരിക്കണേ? ഇവിടെ 6 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെയും 6 ആണ്. 3 4 എന്ന് തന്നിട്ടുണ്ട്. ഇത് 11 ആണ് തന്നിട്ടുണ്ട്. ഇവിടെയും അതെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ 4 ഹൈറ്റ് 3 എന്നൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മൾ 1 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എഴുതി പോലെ എഴുതാൻ പോവാ. ഒന്നാമത്തെ നീളം എത്ര? നീളം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെയുള്ളതാണ് നീളം. ഇതില് ചോദ്യത്തിൽ ഇവിടം വരെയുള്ളത് 6, ഇവിടം വരെയുള്ളത് 6. പക്ഷെ ഈ നീളം തന്നിട്ടില്ല. അതും കൂടി ഉണ്ടെങ്കിലല്ലേ മൊത്തം നീളം വരുള്ളൂ. അത് ചോദ്യത്തിൽ തന്നിട്ടില്ല. അപ്പൊ അതെങ്ങനെയാ കാണാ? ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെയുള്ള നീളം തന്നെയല്ലേ ഇവിടെ നോക്കുവോ? ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെയുള്ള നീളവും വരിക. അത് വ്യത്യാസമൊന്നും വരുന്നില്ലല്ലോ. ഇത് തന്നെയല്ലേ വരുന്ന നീളം അല്ലേ? അപ്പൊ അതിന്റെ നീളം കാണാൻ എങ്ങനെയാ കാണാ? 6 + 6 + 4 16 സെന്റിമീറ്റർ അല്ലേ നീളം വരിക. ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെയുള്ളത് 6, ബാക്കി ഇവിടം വരെയുള്ളതും 6. ഈ ചെറിയതിന്റെ നീളം കൂടി കിട്ടിയാൽ മാത്രമേ ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെയുള്ളത് ഇതെല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടുള്ളൂ. ഈ ചെറുതിന്റെ നീളം എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. എത്ര? 4 എന്ന അടിയിൽ തന്നിട്ടുണ്ട്. അത് തന്നെയല്ലേ മുകളിലും വരുള്ളൂ. അപ്പൊ 6 + ഈ ചെറുത് 4 16. ബ്രെഡ്ത്ത് എത്രയാ വരണേ? ബ്രെഡ്ത്ത് തന്നിട്ടുണ്ടല്ലോ. അവിടെ ഓൾറെഡി ചിത്രത്തിലുണ്ട്. 4 സെന്റിമീറ്റർ തന്നിട്ടില്ലേ ബ്രെഡ്ത്ത്. അതുപോലെ ഹൈറ്റ് എത്ര തന്നിരിക്കുന്നു? 3 സെന്റിമീറ്റർ ചിത്രത്തിൽ തന്നിരിക്കുന്നു. വോള്യം L × B × H, അതായത് 16 × 4 × 3. എത്രയാണ് 16 × 4 × 3? നോക്കി നോക്കൂ. 192 അല്ലേ? തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? 192 ക്യൂബിക് സെന്റിമീറ്റർ എന്ന് എഴുതി ഒന്നാമത്തെ.
അതേപോലെ രണ്ടാമത്തെ ഈ ചെറുത് അതിന്റെ ലെങ്ത് എത്രയാ? 11 എന്ന് തന്നിട്ടുണ്ട് ഓൾറെഡി ചിത്രത്തിൽ അല്ലെ. ലെങ്ത് 11 സെന്റിമീറ്റർ ആണ്. ബ്രെഡ്ത്ത് 4 സെന്റിമീറ്റർ എന്ന് വന്നിട്ടല്ലോ അല്ലേ? 4 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് 3 സെന്റിമീറ്റർ എന്നും ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പൊ വോളിയം 11 ഇൻറ്റു 4 ഇൻറ്റു 3 എന്ന് വരും. 11 ഇൻറ്റു 4 ഇൻറ്റു 3 എത്ര വരും? 132 ക്യൂബിക് സെന്റിമീറ്റർ. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ടോട്ടൽ വോളിയം, ടോട്ടൽ എങ്ങനെ കാണാം നമുക്ക്? ഈ രണ്ടെണ്ണം കൂടി ആഡ് ചെയ്താൽ പോരെ? 192 പ്ലസ് 132 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 324 ക്യൂബിക് സെന്റിമീറ്റർ അഥവാ ഘന സെന്റിമീറ്റർ. 324 ക്യൂബിക് സെന്റിമീറ്റർ ആണ് നമുക്ക് ആൻസർ വരിക. അപ്പൊ ഇങ്ങനത്തെ ഷേപ്പുകൾ തന്നിട്ടും നമ്മളോട് വോളിയം കാണാൻ പറഞ്ഞാല് നമ്മൾ ഉചിതമായ രീതിയിൽ അതിനെ ചെറിയ ചെറിയ ചതുര കട്ടകളാക്കി മാറ്റിയിട്ടാണ് നമ്മുടെ ഫോർമുല യൂസ് ചെയ്തിട്ട് ഓരോ ചതുരക്കട്ടയുടെയും വോളിയം കണ്ടെത്തി അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന ഷേപ്പിന്റെ വോളിയവും കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഇത് മാറ്റോട്ടെ ടീച്ചർ. നെക്സ്റ്റ് ഉള്ളത് ലാർജ് മെഷേഴ്സ്. കുറച്ചുകൂടി വലിയ അളവുകൾ തന്നാൽ, ഇതിപ്പോ ചെറിയ ചെറിയ നമ്പറുകളാണ്. ലാർജ് മെഷേഴ്സ്, വലിയ അളവുകൾ തന്നാൽ എങ്ങനെയാണ് നമ്മൾ എന്ത് കാണുന്നത്? വോളിയം അഥവാ വ്യാപ്തം കാണുന്നത്. വലിയ അളവുകൾ തന്നാൽ എങ്ങനെ വോളിയം കാണും? അത് കണ്ടെത്താനായിട്ട് നമുക്ക് എന്ത് വേണം? ഒരു ഇപ്പൊ ഘനമീറ്റർ, അതുപോലെ ഘന സെന്റിമീറ്റർ, ഘനമീറ്ററിനെ ഘന സെന്റിമീറ്റർ ആക്കൂ എന്ന് പറഞ്ഞാൽ ചിത്രത്തിൽ എന്നെ തന്നിട്ടുണ്ട്. 1 ക്യൂബിക് മീറ്റർ ഇസ് ഈക്വൽ ടു എത്ര സെന്റിമീറ്ററിന് തുല്യാണ്? എത്ര പൂജ്യങ്ങളുണ്ട്? 2, 4, 6 പൂജ്യം വരുന്നു. 10 lakh ആണ്. 2, 4, 6 ക്യൂബിക് സെന്റിമീറ്ററിന് തുല്യമാണ്. അതായത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങളോട് പറയും വോളിയം, ചോദ്യം ഘന സെന്റിമീറ്ററിൽ അല്ലെങ്കിൽ ഘനമീറ്ററിലാവും ഉത്തരം കിട്ടുക. അതിനെ ഘന സെന്റിമീറ്ററിലേക്ക് ആക്കി ഉത്തരം കണ്ടെത്തുക എന്ന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ ഫോർമുല കാണുന്ന പോലെ വി എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് എഴുതി ക്യൂബിക് മീറ്ററിലെ ആൻസർ കിട്ടും. എന്നിട്ട് അതിനെ എന്താക്കി മാറ്റണം? ക്യൂബിക് സെന്റിമീറ്റർ ആക്കണമെങ്കിൽ ആ കിട്ടിയ ഉത്തരത്തിനെ 10 lakh കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്താ കാര്യം? ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത് എന്തിനു തുല്യാണ്? 10 lakh. ഒറ്റാപത്ത് 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം അല്ലേ? 10 ലക്ഷം അല്ലേ വരുന്നേ? 10 lakh ക്യൂബിക് സെന്റിമീറ്ററിന് തുല്യാണ്. അപ്പൊ വലിയ വലിയ വസ്തുക്കളുടെ അല്ലെങ്കിൽ വേറെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യൂബിക് മീറ്ററിലുള്ളത് ക്യൂബിക് സെന്റിമീറ്ററിലേക്ക് ആക്കിയിട്ട് ഉത്തരം പറയൂ എന്ന് പറഞ്ഞാൽ ആ കിട്ടിയ ഉത്തരത്തിനെ 10 lakh കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ ചെയ്താൽ മതി. നേരെ തിരിച്ച് ക്യൂബിക് സെന്റിമീറ്ററിലുള്ള ഉത്തരത്തിനെ ക്യൂബിക് മീറ്റർ ആക്കി എഴുതൂ എന്ന് പറഞ്ഞാൽ ആ കിട്ടിയ ഉത്തരം ഹരിക്കണം 10 lakh, ഡിവൈഡ് ചെയ്യാണ് വേണം. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മാറ്റേണ്ടത് എങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ, അവിടെ നിന്ന് ഇങ്ങോട്ടാണ് മാറ്റേണ്ടത് എങ്കിൽ ഡിവിഷൻ ആണ് വേണ്ടത് കേട്ടോ. അപ്പൊ ഈ യൂണിറ്റ് നമ്മൾ റഫിലൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ. നോട്ട് തരുമ്പോൾ ടീച്ചർ തരാം. പേജ് നമ്പർ 68ലാണ് പ്രോബ്ലംസ് തുടങ്ങുന്നത്, എക്സസൈസ് തുടങ്ങുന്നത് പേജ് നമ്പർ 68. അതെടുക്കൂ. പേജ് നമ്പർ 68ല് ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കി നോക്കാം. എന്താ? ഒരു ലോറിയിൽ എ ട്രക്ക് ഈസ് ലോഡഡ് വിത്ത് സാൻഡ്. ഒരു ലോറിയില് മണ്ണ് കൊണ്ടുപോവുകയാണ്. അപ്പൊ ആ ലോറിയുടെ ബാക്കിൽ അതിന്റെ സ്പേസ് ഉണ്ടാവില്ല. അതിന്റെ നീളം 4 മീറ്റർ ആണ്, വീതി 2 മീറ്റർ ആണ്, ഉയരം 1 മീറ്റർ. ആ ട്രക്കിന്റെ ബാക്കിലുള്ള അപ്പൊ അത് ആ മണല് നിറച്ചിരിക്കുന്ന ആ ഭാഗത്തിന്റെ നീളം വീതി അത് ചതുരാകൃതിയിലല്ലേ വരിക. അതിന്റെ നീളവും വീതിയും ഉയരവും തന്നിട്ടുണ്ട്. 4, 2, 1 എന്ന ക്രമത്തിലാണ്. അതിൽ നിറച്ച മണലും ഉണ്ട്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നു എന്ത്? ഒരു ഘനമീറ്റർ മണലിന് 1000 രൂപയാണ് വില. ദ പ്രൈസ് ഓഫ് 1 ക്യൂബിക് മീറ്റർ ഓഫ് സാൻഡ് 1000 rupees ആണെങ്കിൽ ആ ട്രക്കിലുള്ള മൊത്തം സാൻഡിന്റെ വില എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിൽ ഇത് എന്താണ് പറയണേ? ലോറിയിലുള്ള ആകെ മണല്, ആ
അതിന്റെ വോളിയം എത്രയാണെന്ന് ആദ്യം കാണേണ്ടത്. അപ്പൊ ആ ലോറിയിലുള്ളതിന്റെ നീളം 4 മീറ്റർ, വീതി 2 മീറ്റർ, ഹൈറ്റ് 1 മീറ്റർ. എന്നിട്ട് അതിന്റെ വോള്യാണ് കാണുന്നത്. അതായത് ആ ലോറിയിലുള്ള ആകെ മണലിന്റെ വ്യാപ്തം അഥവാ വോള്യം എന്ന് പറയുന്നത് എന്താ വരിക? L into B into H യൂസ് ചെയ്തിട്ട് 4 into 2 into 1 that is equal to 8 cubic meter ആണ് അതിന്റെ വ്യാപ്തം അഥവാ വോള്യം. അപ്പൊ ആ ലോറിയിലുള്ള ആകെ മണലിന്റെ വോള്യമാണ് 8 cubic meter എന്ന് പറയുന്നത്. എന്നിട്ട് അതിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. എന്ത്? ഒരു ഘനമീറ്റർ മണലിന് 1000 രൂപയാണ്. നമുക്ക് എത്ര ഘനമീറ്റർ അഥവാ എത്ര ക്യൂബിക് മീറ്റർ മണലാണ് കിട്ടിയത്? 8 ക്യൂബിക് മീറ്റർ മണലാണ് നമുക്ക് ആ ലോറി അങ്ങനെ അടിച്ചപ്പോൾ കിട്ടിയത്. അതില് 1 ക്യൂബിക് മീറ്റർ മണലിന്റെ 1 ക്യൂബിക് മീറ്റർ മണലിന്റെ പ്രൈസ് 1000 rupees ആണ്. മനസ്സിലാവുണ്ടോ? ഒരു ക്യൂബിക് മീറ്റർ സാൻഡിന്റെ വില, ഒരു ഘനമീറ്റർ മണലിന്റെ വില എന്ന് പറയുന്നത് 1000 രൂപയാണെങ്കിൽ എത്ര ക്യൂബിക് മീറ്റർ ആണ് നമ്മൾ മേടിച്ചത്? 8 ക്യൂബിക് മീറ്ററിന്റെ വില എത്രയാ വരിക? സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? 8 into 1000 is equal to rupees 8000 അല്ലേ വില വരിക? ഒരു ക്യൂബിക് മീറ്റർ മണലിന്റെ വില 1000 രൂപയാണെങ്കിൽ അത്തരം 8 ക്യൂബിക് മീറ്റർ മണലിന്റെ വില 8 into 1000 is equal to 8000 rupees. അതിന് വീണ്ടും ക്യൂബിക് സെന്റിമീറ്ററിന് യൂണിറ്റ് എഴുതരുത് കേട്ടാ. നമ്മൾ വിലയിലേ കണ്ടെത്തണേ. അപ്പൊ അത് റുപ്പീസിലല്ലേ പറയുള്ളൂ. അപ്പൊ 8000 rupees എന്നുള്ളതല്ലേ ആൻസർ തന്നെ. ഓക്കെ, മനസ്സിലായി ഉണ്ടാവില്ലോ അല്ലേ? യെസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. What is the volume in cubic meters of a platform? ഒരു പ്ലാറ്റ്ഫോമിന്റെ വോള്യം കണ്ടെത്തണം. അത് ഏത് യൂണിറ്റിലെ കാണാവൂ? ക്യൂബിക് മീറ്ററിലാണ് കാണാവൂ. അതിന്റെ 6 മീറ്റർ ലോങ്, 1 മീറ്റർ വൈഡ്. വൈഡ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ബ്രെഡ്ത്ത്, വിഡ്ത്ത് എന്നാണ് അർത്ഥം, വീതി എന്നാണ് അർത്ഥം കേട്ടോ. ആൻഡ് 50 സെന്റിമീറ്റർ ഹൈ. ഔ, ഭയങ്കര ബുദ്ധിമുട്ടായില്ലോ ഇത് അല്ലേ? കാരണം എന്താ? ഒരെണ്ണം സെന്റിമീറ്ററിൽ നമ്മൾ ഏത് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിലും, ഇപ്പൊ ഗുണിക്കുക, ഹരിക്കുക, അങ്ങനെ എന്ത് ചെയ്യുകയാണെങ്കിലും ഒരേ യൂണിറ്റിലുള്ള അളവുകളെ ചെയ്യാൻ പാടുള്ളൂ. മീറ്ററിലുള്ളത് മാത്രമേ ഗുണിക്കുക, ഹരിക്കുക ചെയ്യാൻ പാടുള്ളൂ. ഒരെണ്ണം മീറ്ററും ഒരെണ്ണം സെന്റിമീറ്ററും ആയിട്ട് വ്യത്യസ്ത അളവുകളിലുള്ള അളവുകൾ നമ്മൾ കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക ഇതൊന്നും ചെയ്യില്ല. അതിനെ ഒരേ യൂണിറ്റിലുള്ള അളവാക്കി മാറ്റിയതിന് ശേഷമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഒരേ യൂണിറ്റിലുള്ള അളവാക്കി മാറ്റേണ്ടി വരും ഇവിടെ. കാരണം എന്താ? ക്യൂബിക് മീറ്ററിലാണ് വോള്യം കാണാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു അളവ് സെന്റിമീറ്ററിലാണ് തന്നേക്കണം. അത് എന്താക്കി മാറ്റണം? മീറ്റർ ആക്കി മാറ്റണം. അപ്പൊ 50 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ് എന്നുള്ളത് നമ്മൾ 3ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 1/4 മീറ്റർ, 1/2 മീറ്റർ, 1 മീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാനായിട്ട് സാധിക്കും. അപ്പോ ഇവിടെ എന്താണ്? അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 മീറ്റർ, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 1 മീറ്റർ, ഹൈറ്റ് എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ ആണ്. അത് എത്ര മീറ്റർ ആയിരിക്കും? 1/2 മീറ്റർ ആയിരിക്കും. ബ്രാക്കറ്റിൽ എഴുതുക 1 മീറ്റർ is equal to 100 സെന്റിമീറ്റർ. അതുകൊണ്ടാണ് 50 സെന്റിമീറ്റർ എന്ന് പറയുന്നത് അര മീറ്റർ. 1 എന്ന് പറയുന്നത് 1 മീറ്റർ 100 സെന്റിമീറ്ററിന് തുല്യമാണെങ്കിൽ അര മീറ്റർ എന്ന് പറയുന്നത് 100ന്റെ പകുതി 50 സെന്റിമീറ്ററിന് തുല്യത. എന്തിനാ മാറ്റിയേ? എന്തിനാ മീറ്ററിലേക്ക് ആക്കി മാറ്റിയേ? ഒരേ യൂണിറ്റുകൾ തമ്മിൽ നമുക്ക് ഗുണിക്കാൻ പാടുള്ളൂ. ഇവിടെ ഗുണനം ആവശ്യമാണ്. എന്തിന്? വോളിയം കാണണമെങ്കിൽ L into B into H ഉപയോഗിച്ച് നമുക്ക് ഇൻഡ്യൂ ചെയ്യണം. അപ്പൊ 2 അളവ് മീറ്ററിലും ഒരെണ്ണം സെന്റിമീറ്ററിലും ആയിട്ട് ഇൻഡ്യൂ ചെയ്യാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാം ഒരേ യൂണിറ്റിലാക്കിയതിന് ശേഷമേ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഒരാളുടെ സംശയമാണ്, ടീച്ചർ എന്തിനാ ഈ സെന്റിമീറ്റർ മീറ്ററിലേക്ക് ആക്കി ഈ ഫ്രാക്ഷൻ ഒക്കെ വരണേ? നമുക്ക് ഈ മീറ്ററിനെ സെന്റിമീറ്ററിലാക്കല്ലേ എളുപ്പം. 6 മീറ്റർ എന്ന് പറഞ്ഞാൽ 600 സെന്റിമീറ്റർ ആണ്, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അതങ്ങോട്ട് മാറ്റുന്നതിൽ എളുപ്പം. എന്താ കാരണം ഇങ്ങനെ മാറ്റാൻ? ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്? യൂണിറ്റ് മീറ്ററിൽ തന്നെ കാണാൻ പാടുള്ളൂ പറഞ്ഞിട്ടുണ്ട്. വോള്യം ക്യൂബിക് മീറ്ററിലേക്ക് ആക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 50 സെന്റിമീറ്റർ എന്നുള്ളത് 1/2 മീറ്റർ എന്ന് എഴുതിയത്. അപ്പൊ ഇതിൽ എങ്ങനെ വരും?
6 into 1 into 1/2. 1/2 അല്ലേ 50 സെന്റിമീറ്ററിന്റെ മീറ്ററിന്റെ ഇതിലേക്ക് ആക്കിയപ്പോ മാറ്റിയത്. അപ്പൊ 6 into 1 into 1 6. അടിയിൽ വേറെ ഒന്നും മൾട്ടിപ്ലൈ ചെയ്യാനില്ല 2. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി എത്ര കിട്ടി? 3 ക്യൂബിക് മീറ്റർ. പിന്നെ വീണ്ടും ക്യൂബിക് സെന്റിമീറ്ററിനേക്ക് എഴുതരുത്, ക്യൂബിക് മീറ്ററിലാണ് ആൻസർ കാണാൻ പറഞ്ഞിരിക്കുന്നത്. അല്ല അല്ലേ? ക്യൂബിക് മീറ്ററിലല്ലേ നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അതെ, മലയാളം മീഡിയത്തിലെ ക്യൂബിക് സെന്റിമീറ്റർ എന്നാണ് മുമ്പത്തെ ടെക്സ്റ്റ് ബുക്കിൽ. അത് ക്യൂബിക് മീറ്റർ എന്നാക്കിയുള്ളൂ, അതാണ് എളുപ്പം കേട്ടോ. അപ്പൊ ക്യൂബിക് സെന്റിമീറ്റർ എന്നുള്ളത് ഘന സെന്റിമീറ്റർ എന്നുള്ളത് ഘനമീറ്റർ എന്നുള്ളത് ആക്കിയുള്ളൂ കേട്ടോ. മലയാളം മീഡിയത്തിലെ പഴയ ബുക്കുകളിലേ ഉള്ളൂ, പുതിയതിൽ ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇത് മാത്രമേ മനസ്സിലാക്കാറുള്ളൂ. 50 സെന്റിമീറ്റർ എന്നുള്ളതിന് തുല്യമായിട്ടുള്ള മീറ്റർ എത്ര? 1/2 മീറ്റർ ആണ് വരിക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. What is the volume of a piece of wood which is 4 meter long, 1/2 meter wide and 25 centimeter high? അപ്പോഴും പ്രശ്നം എന്താണ്? 4 മീറ്റർ നീളവും 1/2 മീറ്റർ വീതിയും 25 സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു മരകഷ്ണത്തിന്റെ വ്യാപ്തം എത്ര? ഇതിപ്പോ സെന്റിമീറ്ററിൽ വന്നുകൊണ്ടാണ് ടീച്ചർ ഇതൊക്കെ ഇവിടെ ചെയ്യണേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഹോംവർക്ക് തരുള്ളൂ. ഒരു ഘനമീറ്റർ മരത്തിന് 60,000 റുപ്പീസ് ആണ്. അപ്പൊ മീറ്ററിലേക്ക് ആക്കുകയാണ് എളുപ്പം, കാരണം ഘനമീറ്ററിലാണ് അവിടെ പിന്നെ പൈസ വില തന്നേക്കുന്നത്. അപ്പൊ നമ്മൾ അതേ രീതിയിൽ തന്നെ ചെയ്യാൻ പോവാണ്. നോക്കൂ, ലെങ്ത് എന്ന് പറയുന്നത് 4 മീറ്റർ ആണ് മരകഷ്ണത്തിന്റെ. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 1/2 മീറ്റർ ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ്. അത് എത്ര മീറ്റർ ആയിരിക്കും? 1 മീറ്റർ 100 സെന്റിമീറ്റർ ആണ്, അര മീറ്റർ 50 ആണ്. അപ്പൊ 1/4 മീറ്റർ എത്രയായിരിക്കും? 25 സെന്റിമീറ്റർ ആവില്ലേ? അതായത് 1 മീറ്റർ is equal to 100 സെന്റിമീറ്റർ. അതിന്റെ പകുതി 1/2 മീറ്റർ is equal to 50 സെന്റിമീറ്റർ. ആരുടെയും പകുതിയല്ലേ 1/4. 1/4 മീറ്റർ എന്ന് പറയുന്നത് ഇതിന്റെയും പകുതി എത്രയാ വരിക? 25 സെന്റിമീറ്റർ. അറിയാത്തവര് റഫ്ബുക്കിലൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അത് ഈ റിലേഷൻ നമുക്ക് അറിയണം. അപ്പൊ വോളിയം എന്ന് പറയുന്നത് L into B into H ആണ്. അപ്പൊ 4 into 1/2 into 1/4 that is equal to എന്താ പറയാ, ഒരേപോലെയുള്ളത് നമുക്ക് വെട്ടിക്കളയാൻ സാധിക്കും എന്ന് പറഞ്ഞു അല്ലെ, മുകളിലും താഴെയും ആണെങ്കിൽ. അപ്പൊ ഈ 4ഉം 4ഉം വെട്ടിക്കളഞ്ഞാൽ പിന്നെ മുകളിൽ എന്തേ ഉള്ളൂ? 1 into 1, അതായത് 1/2 അല്ലേ വരിക? ചെയ്യേണ്ടത് മനസ്സിലാവണില്ലേ? മനസ്സിലാക്കാൻ പറ്റണില്ലേ? അപ്പൊ 1 into 1/2. അപ്പൊ എന്താ പറഞ്ഞേ? 1/2 ക്യൂബിക് മീറ്റർ എന്നാണ് വോളിയം കിട്ടിയത് കേട്ടോ. വോളിയം 1/2 ക്യൂബിക് മീറ്റർ എന്നുള്ളത് കിട്ടി. ഇനി എന്താ പറയണത് ഇവിടെ ചോദ്യത്തില്? The price of 1 cubic meter of wood is 60,000 rupees. ഒരു ഘനമീറ്റർ മരത്തിന് 60,000 രൂപയാണ് കേട്ടോ. 1 ക്യൂബിക് മീറ്ററിന് റുപ്പീസ് 60,000. നമുക്ക് ആവശ്യം എത്രയാ വേണ്ടോ? 1/2 ക്യൂബിക് മീറ്റർ വേണ്ടു. അതായത് ഒരെണ്ണത്തിന്റെ മൊത്തം 60,000 ആണ്. നമുക്ക് അതിന്റെ പകുതിയെ വേണ്ടു. അപ്പൊ ഇതിന്റെ പകുതിയെ കണ്ടാ പോരെ? എന്ത്? 60,000/2 അഥവാ ഡിവൈഡ്സ് 2 അല്ലേ വരിക? ഒരെണ്ണത്തിന്റെയാണ് ഇത്രയും വില, നമുക്ക് അര എണ്ണത്തിന്റെയാ വേണ്ടു. അര മരകഷ്ണം വേണ്ടു, ഒരു ഫുള്ള് മരകഷ്ണം വേണ്ട, അതിന്റെ പകുതിയെ വേണ്ടു. അപ്പൊ നമുക്ക് ആ വിലയുടെ പകുതിയിലെ ആവശ്യം വരുള്ളൂ. എത്ര വരും? റുപ്പീസ് 30,000. അപ്പൊ ഇത് പ്രത്യേകം മനസ്സിലാക്കണം കേട്ടോ. 25 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്, അതുപോലെ 50 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്. അങ്ങനെയുള്ള സംഖ്യകളെ പരീക്ഷയ്ക്ക് വരുള്ളൂ. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 1/2 1/4. അപ്പൊ 75 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്ററാ? 3/4 ഭാഗല്ലേ വരണേ? 3/4 മീറ്റർ ആണ് വരിക. അതേപോലെ തന്നെയാണ് ലിറ്റർ, മില്ലി ലിറ്റർ, കിലോഗ്രാം, ഗ്രാം എന്നുള്ള റിലേഷൻ ഒക്കെ വരുന്നത് കേട്ടോ. അപ്പൊ ഈ 3 കണക്കുകൾ നമുക്ക് മനസ്സിലായിട്ടില്ലേ?
ഇനി അടുത്തത് ഒരു പുതിയ വാക്കാണ്, അത് വോള്യത്തിന് തുല്യം തന്നെയാണ്. കപ്പാസിറ്റി അഥവാ ഉള്ളളവ്. ഇത് മാറ്റാലോ ടീച്ചർ? ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. കപ്പാസിറ്റി അതായത് വോള്യം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, വോള്യത്തിന്റെ അതേ ഫോർമുല തന്നെയാണ്, പക്ഷെ അതിലൊരു പുതിയ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നു. എന്താണ്? കപ്പാസിറ്റി അഥവാ എന്ത് പറയണു? ഉള്ളളവ്. ഉള്ളളവ് എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കുകയാണ്. എന്താണ്, എന്തിനാണ് ഈ പുതിയ വാക്ക് നമ്മൾ ഇതിൽ ഉപയോഗിക്കണേ എന്നുള്ളതാണ്. ഉള്ളളവ് എന്ന് പറയുന്നത് എന്തിന്? അതിന്റെ കുറച്ച് നമുക്ക് റിലേഷനും നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഉള്ളളവ് എന്നുള്ളതിനേക്കാൾ ലിറ്റർ, മില്ലി ലിറ്റർ. ഈ ഉള്ളളവ് എന്ന് പറയുന്നത് വ്യാപ്തം തന്നെയാണ്, വോള്യം തന്നെയാണ്. പക്ഷെ അത് വെള്ളം പോലെയുള്ള വസ്തുക്കളുടെ, ഇപ്പൊ നമ്മള് ഖരാവസ്ഥയിലുള്ള അല്ലെ കട്ടിയായിട്ടുള്ള വസ്തുക്കളുടെ അല്ലേ ഇതുവരെ, ചതുരക്കട്ട, ഇഷ്ടിക അങ്ങനത്തെ വസ്തുക്കളുടെ അല്ലേ ഇതുവരെ നമ്മൾ വോള്യം കണ്ടെത്തിയത്. ഇനി നമുക്ക് ലിക്വിഡ് ഫോം ആയിട്ട് വെള്ളം രൂപത്തിലുള്ള വസ്തുക്കളുടെ വോള്യം എങ്ങനെയാണ് കണ്ടെത്തുക? അതായത് ഒരു ക്യാനിൽ അല്ലെങ്കിൽ ഒരു ബക്കറ്റിലുള്ള ആകെ വെള്ളത്തിന്റെ അളവെത്തുക, അതുപോലെ ഒരു പാത്രത്തിലുള്ള ആകെ പാലിന്റെ അളവെത്തുക, അല്ലെങ്കിൽ പെട്രോള് നിറച്ചു വെച്ചിരിക്കുകയാണ് ഒരു ക്യാനിൽ, അതില് അല്ലെങ്കിൽ ഒരു വൃത്താകൃതിയിലുള്ള ഒരു സിലിണ്ടർ പോലെയുള്ള വസ്തുവില് പെട്രോൾ ഒഴിച്ചു വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ പാൽ ഒഴിച്ചു വെച്ചിരിക്കുന്നു, അതിന്റെ ആകെ അളവ്. അങ്ങനെ ലിക്വിഡ് ഫോം വെള്ളം രൂപത്തിലുള്ള വസ്തുക്കളുടെ അളവ്, വ്യാപ്തം എന്നുള്ളതിന് പറയുന്നതാണ് ഉള്ളളവ് അഥവാ കപ്പാസിറ്റി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നേ ഉള്ളൂ. നമുക്ക് വോള്യം തന്നെയാണ്, ഫോർമുല അതൊക്കെ തന്നെയാണ്. പക്ഷെ കപ്പാസിറ്റി, അതില് ഒരു ടാങ്കിൽ കൊള്ളാവുന്ന വെള്ളത്തിന്റെ അളവ് എന്നുള്ളത് കപ്പാസിറ്റി ഓഫ് എ വാട്ടർ ടാങ്ക്, അങ്ങനെയാണ് നമ്മൾ വാക്ക് ഉപയോഗിക്കുന്നത്. അത്രേ വ്യത്യാസം കേട്ടോ. അതിൽ നമുക്ക് ആദ്യമായിട്ട് ഈ കപ്പാസിറ്റിയിൽ കുറച്ച് റിലേഷൻ ആണ് പഠിക്കാനുള്ളത്. അതായത് ഒരു ലിറ്റർ, ലിറ്റർ ഫോമിലാണ്, അല്ലാണ്ട് സെന്റിമീറ്ററിലോ മീറ്ററിലോ അല്ലല്ലോ നമ്മള് വെള്ളത്തിന്റെ അളവ് പറയാ. 8 സെന്റിമീറ്റർ വെള്ളമാണ് അതിലുള്ളത്, അല്ലെങ്കിൽ 8 മീറ്റർ, അല്ലെങ്കിൽ 8 കിലോമീറ്റർ എന്ന് നമ്മൾ പറയില്ലല്ലോ. ലിറ്ററിൽ അല്ലെങ്കിൽ മില്ലി ലിറ്ററിലല്ലേ നമ്മൾ ഇത് പറയുള്ളൂ, എന്ത് അളവുകൾ പറയുള്ളൂ വെള്ളം രൂപത്തിലുള്ളത്. അപ്പൊ അവ തമ്മിലുള്ള റിലേഷൻ നമുക്കറിയണം. 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 ക്യൂബിക് സെന്റിമീറ്ററിന് തുല്യമാണ്. 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 ക്യൂബിക് സെന്റിമീറ്റർ എന്നുള്ളതിന് തുല്യമാണ്. അതുപോലെ 1000 ലിറ്റർ എന്ന് പറയുന്നതാണ് എന്തിന് തുല്യം? 1 ക്യൂബിക് മീറ്ററിന് തുല്യം. ഒരു ക്യൂബിക് മീറ്ററിന് തുല്യമായിട്ട് എന്ത് വരും? 1000 ലിറ്റർ ആണ്. അതായത് ലിറ്ററിനെ ഇങ്ങോട്ട് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതായത് ക്യൂബിക് മീറ്റർ എന്നുള്ളതിനെ ലിറ്റർ ആക്കാൻ 1000 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യുക. അതുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടാ. ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത് 1000 ലിറ്ററിന് തുല്യമാണ്. അതുപോലെ ഇതിനു മുമ്പ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ത്? 1 ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത് എത്രയ്ക്ക് തുല്യമാണെന്ന്? 10 lakh അല്ലെ? 10 lakh ക്യൂബിക് സെന്റിമീറ്റർ. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇന്ന് തന്നെ അല്ലെ സ്റ്റാർട്ടിങ്ങില്. അപ്പൊ 1 ക്യൂബിക് മീറ്റർ ഇസ് ഈക്വൽ ടു 10 lakh ക്യൂബിക് സെന്റിമീറ്റർ. 1 ലിറ്റർ ഇസ് ഈക്വൽ ടു 1000 ക്യൂബിക് സെന്റിമീറ്റർ. 1000 ലിറ്റർ ആണ് എത്രയ്ക്ക് തുല്യം? 1 ക്യൂബിക് മീറ്ററിന് തുല്യം. ഇത് നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം കേട്ടോ. കൃത്യമായിട്ട് ഈ റിലേഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. പ്രോബ്ലംസ് ചിലപ്പോൾ ലിറ്ററിലേക്ക് ആക്കി മാറ്റൂ, അല്ലെങ്കിൽ ക്യൂബിക് നമുക്ക് കിട്ടുന്ന അളവ് ചിലപ്പോൾ ക്യൂബിക് മീറ്ററിലേക്ക് ആവും. വെള്ളത്തിന്റെ അളവാണ് കണ്ടെത്തേണ്ടത്, അപ്പൊ ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ലല്ലോ, അതിനെ ലിറ്റർ ആക്കിയിട്ട് പറയേണ്ടി വരും. അങ്ങനെയുള്ള സംഭവം, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് എന്ത് വേണ്ടത്? ഈ റിലേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടി വരും. നമ്മൾ ഇതിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കി പഠിക്കുക. നമ്മൾ എക്സസൈസിലേക്ക് നേരിട്ട് പോവാണ് കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, പേജ് നമ്പർ 70. അതിൽ ആദ്യത്തെ ചോദ്യം എന്താണ്? പേജ് നമ്പർ 70 എന്നുള്ളതിൽ ആദ്യത്തെ ചോദ്യം, ഈ റിലേഷൻ റഫ് ബുക്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഈ റിലേഷൻസ് നോട്ട്ബുക്കിൽ തരുന്നതാണ് എങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കാനുള്ളതാണ്. എന്താ ആദ്യത്തെ ചോദ്യം നോക്കൂ, പേജ് നമ്പർ 70. The inner sides of a cubical box are of length 4 centimeter. ക്യൂബിക്കൽ ബോക്സ് എന്ന് പറഞ്ഞ സമചതുരാകൃതിയിലുള്ള ബോക്സ് ആണ്. അപ്പൊ അതിന്റെ നീളം, വീതി, ഉയരം ഒക്കെ ഒരേപോലെ തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ 4 സെന്റിമീറ്റർ ആണ് നീളം, 4 സെന്റിമീറ്റർ വീതി, 4 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു ക്യൂബിന്റെ ഷേപ്പുള്ള ഒരു ബോക്സ്. What is its capacity? അതിന്റെ വോള്യം എന്താണ് എന്നാണ് മീൻ ചെയ്യുന്നത്. കപ്പാസിറ്റി എന്ന് ചോദിച്ചാലും
വോള്യം എന്ന് ചോദിച്ചാലും സെയിം ആണ് കേട്ടോ. കപ്പാസിറ്റി എന്താണ്, അതായത് അതിൽ കൊള്ളാവുന്ന വസ്തുക്കളുടെ അളവ് അല്ലെങ്കിൽ വെള്ളത്തിന്റെ അളവ് എത്ര എന്നാണ് ചോദ്യം. ഹൗ മെനി ക്യൂബ്സ് ഓഫ് സൈഡ് 2 സെന്റിമീറ്റർ ക്യാൻ ബി സ്റ്റാക്ക്ഡ് ഇൻ ഈച്ച് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 2 സെന്റിമീറ്റർ വീതം വശങ്ങളുടെ നീളങ്ങളുള്ള എത്ര ക്യൂബുകൾ അതിൽ നിരത്തി വെക്കാനായിട്ട് സാധിക്കും? കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ആദ്യം തന്നെ ആ വലിയ സമചതുരാകൃതിയിലുള്ള അല്ലെങ്കിൽ സമചതുരാകൃതിയിലുള്ള ക്യൂബിൽ അതിന്റെ വോള്യം കണ്ടെത്തി, കപ്പാസിറ്റി കണ്ടെത്തി. നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം 4 × 4 × 4 എന്ന് വെച്ചിട്ട്. അപ്പൊ അതിന്റെ വോള്യം കിട്ടിയല്ലോ. എന്നിട്ട് ചോദ്യം എന്താ പറയണേ? ചെറിയ സമചതുരക്കട്ടകൾ എന്റെ കയ്യിലുണ്ട്, അത് എത്ര എണ്ണം അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്നു? അതിന്റെ ഓരോ വശത്തിന്റെയും നീളം 2 സെന്റിമീറ്റർ വീതാന്നും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു ചെറിയ സമചതുരക്കട്ടയുടെ വോള്യം എത്രയാണെന്ന് കണ്ടെത്തി. വലിയ പാത്രത്തിന്റെ വോള്യം കണ്ടെത്തി, ഒപ്പം ചെറിയ സമചതുരക്കട്ടയുടെയും വോള്യം കണ്ടെത്തി. എന്നിട്ട് എന്ത് ചെയ്യണം? ആ തമ്മിലുള്ള ആ 2 ആൻസറുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ എത്ര എണ്ണമാണ് അതിൽ കൊള്ളുക എന്നുള്ളത് നമുക്ക് കിട്ടില്ലേ? അപ്പൊ വലിയ സമചതുരക്കട്ടയുടെ വോള്യം കാണാനായിട്ട് എന്ത് ചെയ്യണം? 4 × 4 × 4. അപ്പൊ 64 എന്ന് കിട്ടി. ക്യൂബിക് സെന്റിമീറ്റർ അല്ലേ? അതെ, 64 ക്യൂബിക് സെന്റിമീറ്റർ എന്നുള്ളത് കിട്ടി. ഇനി ചെറുതിന്റെ വോളിയാണ് കേട്ടോ കാണാൻ പോകുന്നത്. ചെറിയ പാത്രത്തിന്റെ വോളിയം അതെത്രയാ? ഒരു വശം 2 സെന്റിമീറ്റർ വീതാന്ന് ചോദ്യത്തിൽ തന്നേക്കും. അപ്പൊ അതും ക്യൂബിന്റെ ആകൃതി ആയതുകൊണ്ട് നീളവും വീതിയും ഉയരവും തുല്യമായിരിക്കും അല്ലെ? അപ്പൊ 2 × 2 × 2 8 ക്യൂബിക് സെന്റിമീറ്റർ ആണ് ചെറുതിന്റെ വോളിയം. അപ്പൊ നമ്പർ ഓഫ് ക്യൂബ്സ് എത്ര എണ്ണം നമുക്ക് അതിൽ വെക്കാൻ പറ്റുന്ന എങ്ങനെ കാണാം? വലുതിന്റെ വോളിയത്തിനെ ചെറുതിന്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ എന്താ കിട്ടുക? വലുതിന്റെ വോളിയത്തിനെ ചെറുതിന്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ നമുക്ക് എത്ര കിട്ടും? ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടുക നമുക്ക്? 64 ഡിവൈഡ്സ് 8 എത്ര കിട്ടുക? 16 ക്യൂബ്സ്. അതല്ലേ വരുന്ന 16 ക്യൂബുകളാണ് നമുക്ക് അതില് വെക്കാൻ പറ്റുക എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്തു? വലിയ പാത്രത്തിന്റെ വോള്യം കണ്ടെത്തി, പിന്നെ ചെറിയ ചതുരക്കട്ടയുടെ വോള്യം കണ്ടെത്തി. എന്നിട്ട് ഇതേ വലുപ്പമുള്ള എത്ര എണ്ണം ഇതിൽ വെക്കാൻ പറ്റും എന്നുള്ള ചോദ്യത്തിന് വലുതിന്റെ വോള്യത്തിന് കപ്പാസിറ്റി, വലുതിന്റെ വോള്യത്തിന് ചെറുതിന്റെ വോള്യം കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര ക്യൂബുകൾ അതിൽ വെക്കാൻ പറ്റും എന്ന് കിട്ടി? 16 ക്യൂബുകൾ വെക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലായി. ഇനി രണ്ടാമത്തെ വളരെ ഈസിയാണ്. രണ്ടാമത്തെ മൂന്നാമത്തെ നോക്കൂ. ചതുരാകൃതിയിലുള്ള ഒരു വാട്ടർ ടാങ്കിന്റെ അകത്തെ അളവുകൾ 70, 80, 90. ഒരു ചതുരാകൃതിയിലുള്ള ടാങ്ക്, അതിന്റെ നീളം വീതി ഉയരമൊക്കെ സെന്റിമീറ്ററിൽ തന്നു. ഇതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? അപ്പൊ ലിറ്ററിലാണ് കാണേണ്ടത് ആൻസർ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വാട്ടർ ടാങ്കിന്റെ വോള്യം L × B × H വെച്ചിട്ട് കാണും. അപ്പൊ അത് 70 × 80 × 90 എന്നുള്ളത് വെച്ച് കാണുമ്പോൾ നമുക്ക് അതിന്റെ വോള്യം കിട്ടുമല്ലോ. അത്ര ക്യൂബിക് സെന്റിമീറ്റർ എന്ന് കിട്ടും. എന്നിട്ട് അതിനെ ലിറ്റർ ആക്കി മാറ്റാൻ എന്താ ചെയ്യാ? ക്യൂബിക് സെന്റിമീറ്ററിനെ ലിറ്റർ ആക്കാൻ എന്ത് ചെയ്യണമോ? അതെങ്ങനെയാ ചെയ്യാ? ക്യൂബിക് സെന്റിമീറ്ററിനെ ലിറ്റർ ആക്കാനായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് എത്രയാ വരിക? ക്യൂബിക് സെന്റിമീറ്ററിനെ ലിറ്റർ ആക്കാനായിട്ട് അത് എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ റിലേഷൻ തന്നിട്ടുണ്ട്. അത് നോക്കി ചെയ്യാൻ പറ്റുമോ നോക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.